ഗൈസ്, ഇന്ന് നമ്മൾ കാണുന്നത് നമ്മുടെ എറണാകുളം ബൈപ്പാസ് റോഡിൽ ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് നമ്മുടെ എറണാകുളത്തെ ബൈപ്പാസ് റോഡ് ചക്കരപ്പറമ്പിൽ പുതിയതായി ആരംഭിച്ച KR ബേക്കേഴ്സിൻ്റെ ഇക്കൽ റെസ്റ്റോറൻ്റാണ്. ഇത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റാണ്. ആൻഡ് ഇവിടെ നമുക്ക് കുറേ അധികം വെഹിക്കിൾ പാർക്കിംഗ് സൗകര്യങ്ങളും അതേപോലെ തന്നെ 2 വീലർ പാർക്കിംഗ് സൗകര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. ആൻഡ് ഇത് 2 രീതിയിലായിട്ടാണ് ഈ റെസ്റ്റോറൻറ്റ് വന്നിരിക്കുന്നത്. അതൊക്കെ നമുക്ക് അകത്ത് ചെന്ന് കാണാം. കയറി വരുമ്പോൾ 2 പാർട്ടീഷനായിട്ടാണ്. ഒരു സൈഡ് റെസ്റ്റോറൻറ്റും മറ്റേ സൈഡ് നമ്മുടെ ബേക്കറി ഐറ്റംസ് ഉള്ള KR ബേക്കേഴ്സിൻ്റെ സ്പേസാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് നമുക്ക് കേക്ക് സെക്ഷനൊക്കെ കാണാം. അത് കഴിയുമ്പോൾ തന്നെ നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഇവിടെ കേക്ക്സ്, ചോക്ലേറ്റ്സ് ഇതിൻ്റെയൊക്കെ സെക്ഷനും കാണാം. ആൻഡ് ഇവിടെയാണ് ഈ ബേക്കറിയുടെ ബില്ലിംഗ് കൗണ്ടർ വരുന്നത്. ആൻഡ് നമുക്കിങ്ങനെ നേരെ പോകുമ്പോൾ ഇവിടുത്തെ സ്നാക്സ് ഐറ്റംസ് എല്ലാം തന്നെ നമുക്ക് കാണാം. വളരെയധികം വെറൈറ്റീസ് ഓഫ് സ്നാക്സ്, സ്വീറ്റ്സ് ഒക്കെ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. ആൻഡ് ഇവിടെ നമുക്ക് നേരെ കാണുന്നത് AC ഡൈനിങ്ങിലേക്കുള്ള സ്റ്റെയർസാണ്. നേരെ സ്റ്റെയർ കയറി പോകുന്നത് AC ഡൈനിങ് സ്പേസിലോട്ടാണ്. ഇതാണ് ഇവിടുത്തെ AC ഡൈനിങ് സ്പേസ്. ഇതിപ്പോൾ രാവിലെ ആയതുകൊണ്ട് ഇത് ഓപ്പൺ അല്ല. ഇവിടെ ലഞ്ച്, ഡിന്നർ അതൊക്കെയാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ഫുൾ സ്പേസും AC ഡൈനിങ് സ്പേസാണ്. ഇതിപ്പോൾ ഇവിടെ കറൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ലഞ്ച് ടൈം ആകുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് നമ്മൾ AC ഡൈനിങ്ങിൽ നിന്ന് നേരെ ഇറങ്ങി വരുന്നത് ഇവിടുത്തെ ടീ സ്നാക്സ് കൗണ്ടറിലോട്ടാണ്. ഇവിടെയാണ് അതിൻ്റെ ഒരു ഡൈനിങ് ഏരിയ, ഡൈനിങ് സെറ്റപ്സ് എല്ലാം വരുന്നത്. അതിന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വാഷ്റൂംസും സ്നാക്സ് ഏരിയാസും ഇവിടെ അവൈലബിൾ ആണ്. ആൻഡ് ഇതാണ് ഇവിടുത്തെ മോർണിംഗ് മെനു. ഇവിടെ 8 o'clock തൊട്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് നമ്മൾ രാവിലത്തേക്ക് ഇവിടെ നിന്ന് ഓർഡർ ചെയ്തത്. നൂൽ പൊറോട്ട, അപ്പം, അതുപോലെ തന്നെ ചിക്കൻ സ്റ്റൂ. ആൻഡ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം ഇവിടുത്തെ ഓപ്പൺ കിച്ചണാണ്. ഈ ഓപ്പൺ കിച്ചൺ എന്ന് പറയുമ്പോൾ ഈ പുകയോ അങ്ങനെയൊന്നും നമുക്ക് അടിക്കത്തൊന്നുമില്ല. എവറിത്തിങ് ഈസ് നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് ടൈഡി. ആൻഡ് നമുക്ക് ഫുൾ ലൈവായിട്ട് കാണാം അവിടെ ഷെഫ്സൊക്കെ നിന്ന് കുക്ക് ചെയ്യുന്നതുമെല്ലാം. ആണ് ഇവിടുത്തെ സീറ്റിംഗ് വരുന്നത്. നമുക്ക് സോഫ സീറ്റിങ്ങും ഉണ്ട്, അതേപോലെ തന്നെ അല്ലാത്ത നമ്മുടെ ചെയർ സീറ്റിങ്സും വരുന്നുണ്ട്. അത് സെൻറ്ററായിട്ടാണ് വരുന്നത്. ആൻഡ് അകത്ത് നമുക്ക് അല്ലാത്ത ബ്രേക്ക്ഫാസ്റ്റ് AC ഡൈനിങ് ഏരിയ. ആൻഡ് ഇതാണ് ഇവിടുത്തെ AC ബ്രേക്ക്ഫാസ്റ്റ് ഡൈനിങ് ഏരിയ. ആയിട്ടുള്ള ഒരു പാർക്കിംഗ് സ്ലോട്ടാണ് ഇവിടെ ഉള്ളത്. ആൻഡ് ഇവിടെ രാത്രിയൊക്കെ വരുമ്പോൾ നല്ല തിരക്കാണ്. നമുക്ക് കാറിൽ നിന്നിടാൻ സ്ഥലം പോലും ഉണ്ടാകാറില്ല പലപ്പോഴും. ആൻഡ് ആ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ 2 വീലർ പാർക്കിംഗ് വരുന്നത്. ഈ സൈഡിലായിട്ടാണ്. ആൻഡ് ഇവിടെ നമ്മൾ 4 മണി സമയത്തൊക്കെ വർക്കിംഗ് ഡേയ്സിൽ വരികയാണെങ്കിൽ നമ്മൾ ക്യൂ നിന്നിട്ട് വേണം നമുക്കൊരു ഡൈനിങ് സ്പേസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. എന്താ കണ്ടോ, ഇത്രയും സ്പേസ് നമുക്ക് ഇവിടെ വെഹിക്കിളിന് വേണ്ടിയിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് നമ്മൾ റോഡ് സൈഡിൽ തന്നെയാണ്, സർവീസ് റോഡിലായിട്ടാണ് ഇത് വരുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ കുറേ സ്ഥലങ്ങളുണ്ട്. ഇതേപോലൊരു സീറ്റിംഗ് സെഷനും ഇവിടെ ഉണ്ട്. ആൻഡ് അതേപോലെ തന്നെ ഒരു ഫോട്ടോ എടുക്കാനുള്ള സ്ഥലവും. ആൻഡ് ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇവിടെ കോഫി, ബർഗർ, ഷവർമ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതാണ് ഇവിടുത്തെ പുറത്തെ വിശേഷങ്ങൾ.